ഹായ് ടീച്ചേഴ്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ടീച്ചർ ഫറൂഖ് എന്നാണ് ടീച്ചറുടെ നെയിം. നമ്മുടെ ജനുവരി HBITയിലെ മെമ്പറാണ്. അപ്പൊ ഫറൂഖിനെ കുറിച്ച് നമുക്കറിയുന്ന ഒരു കാര്യം പറയാനുള്ളത്, ഫറൂഖ് കുറച്ച് ബിസി ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഫറൂഖ് ഇപ്പൊ മാസ്റ്റർ ഡിഗ്രി ലാസ്റ്റ് സെമസ്റ്റർ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ HBIT എടുത്ത് നമ്മൾ CV റിവ്യൂ ഒക്കെ ടീച്ചേഴ്സിന് ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഫറൂഖ് CV പെട്ടെന്ന് നമ്മൾ പറയില്ലേ, തട്ടിക്കൂട്ടുക എന്ന് പറയില്ലേ, അങ്ങനെ തട്ടിക്കൂട്ടിയൊരു CV ഫറൂഖ് സെൻഡ് ചെയ്തു. അങ്ങനെ ഇത് നോക്കുന്ന സമയത്ത് നമ്മൾ ഫറൂഖിന്റെ അടുത്ത് പറഞ്ഞു, ഇത് പറ്റില്ല, ഒന്നും കൂടെ നന്നായിട്ട് നമ്മുടെ ക്ലാസ്സസ് വാച്ച് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നന്നാക്കി CV ഒക്കെ ചെയ്തിട്ട് വരിക എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം ഫറൂഖ് വേറൊരു ലെവലിലേക്കാണ് പോയത്. ആള് പിന്നെ ക്ലാസ്സസ് നോക്കിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ഒരുപാട് നോട്ടൊക്കെ ആക്കി എന്ന് പറഞ്ഞു. പ്രാക്ടീസും അതിന് പഠിക്കുകയായിരുന്നു, എങ്ങനെയാണ് ഒരു ഇന്റർനാഷണൽ സ്കൂളിനെ അപ്രോച്ച് ചെയ്യുക, കാര്യങ്ങളൊക്കെ പഠിച്ച്. പിന്നെ ഫറൂഖിന്റെ അടുത്ത് വരുന്ന കോൾ എന്താണെന്നറിയോ? റിയാദിൽ നിന്ന് ഒരു സ്കൂളിലേക്ക് കോള് വന്നിട്ടുണ്ട്, എനിക്ക് ഇന്റർവ്യൂ വന്നിട്ടുണ്ട് മിസ്സേ, ടെൻഷൻ ആവുന്നു എന്ന് പറഞ്ഞു. ഒരു ടെൻഷനും വേണ്ട, പോയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞു. ആള് പോയിട്ട് പെർഫോം ചെയ്തു. ആളെയാണ് അവര് ആ ഒരു പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്തത്. ഇപ്പൊ ഫറൂഖ് ഇങ്ങോട്ട് ഗൾഫിലേക്ക് വരാനുള്ള വിസ പ്രോസസ്സ് മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, ഫറൂഖ് പറയും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഓരോ ടീച്ചേഴ്സിനെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുതരുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടാനാണ്. എങ്ങനെയാണ് ഒരു ഇന്റർനാഷണൽ സ്കൂളിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഓരോ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഓരോ ടീച്ചേഴ്സിന്റെ ജേർണി ഡിഫറെൻ്റ് ആണ്, ഓരോ ടീച്ചേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ്. ഫറൂഖ് എന്ന് പറയുമ്പോൾ മെയിൽ ടീച്ചറാണ്, ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പൊ ഫറൂഖ് പറയുന്ന ഓരോ പോയിന്റും നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ നോട്ട് ചെയ്ത് വെക്കുക. ഒരു ദിവസം നിങ്ങൾക്കും ജോബ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫറൂഖിലേക്ക് പോകാം. ഫറൂഖ്, എങ്ങനെയാണ് കരിയർ ജേർണി? നമ്മുടെ വ്യൂവേഴ്സ് നോക്കി നിൽക്കുന്നത്, അവർക്ക് കാര്യങ്ങൾ അറിയണം. എന്താണ് ഫറൂഖ് ചെയ്തത്, എങ്ങനെയാണ് ഫറൂഖിന് ഒരു വിസ ജോബ് കിട്ടിയത്, എന്തൊക്കെയായിരുന്നു ഫറൂഖിന്റെ ജേർണിയിലുള്ള ഒരു സ്റ്റെപ്സ്? ഓക്കെ മാം. മൈ നെയിം ഈസ് മുഹമ്മദ് ഫാറൂഖ്. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. ഞാൻ മാസ്റ്റർ ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് കറന്റ് ലാസ്റ്റ് സെമസ്റ്റർ ആണ്. അതോടൊപ്പം ഇസ്ലാമിക് സയൻസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെറുപ്പം തൊട്ടുള്ളൊരു ഡ്രീമാണ് ടീച്ചിങ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ കുറേ ടീച്ചിങ് ഒക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു സ്റ്റുഡന്റിന്റെ മദർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ കുട്ടികൾക്ക് നല്ല മനസ്സിലാവുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെളിയിലോട്ടൊക്കെ ട്രൈ ചെയ്തുകൂടെ, ഞാനൊരു കോണ്ടാക്ട് തരാം. അങ്ങനെയാണ് എനിക്ക് മെജൂസ് പാർക്കിലെ നമ്പർ കോണ്ടാക്ട് കിട്ടുന്നത്. അങ്ങനെ ഞാൻ അവിടെ കോണ്ടാക്ട് ചെയ്തു. അവരെ കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകായിരുന്നു. അങ്ങനെ ആ ഒരു ലൈവ് സെഷൻ, മാമിന്റെ ലൈവ് സെഷനൊക്കെ ഫസ്റ്റ് സെഷൻ കണ്ടപ്പോൾ തന്നെ ഒരു 110-ൽ നിൽക്കായിരുന്നു. കാരണം കുറെ ആൾക്കാരെ മാം ഇങ്ങനെ അനുഭവങ്ങളും കാര്യങ്ങളും, മാമിന്റെ തന്നെ അനുഭവങ്ങൾ കേട്ടപ്പോൾ മാമിന്റെ മോട്ടിവേഷൻ ഭയങ്കര സംഭവമായിരുന്നു. കാരണം മാം ഒരു ഏറ്റവും ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് എത്തിയ മാമിന്റെ ഫുൾ ജേണി നമുക്ക് പറഞ്ഞു തന്നപ്പോൾ അത് വല്ലാത്തൊരു മോട്ടിവേഷൻ ആയിരുന്നു. അങ്ങനെ ഇതിലെന്തായാലും ഫോക്കസ് ചെയ്ത് പഠിക്കാന്നുള്ള നിലയിൽ ഞാൻ ഈ കാശ് കൊടുത്തതിൽ ജോയിൻ ചെയ്തു. ഇതിന്റെ കൂട്ടത്തിൽ പറയണല്ലോ, ആ കാശ് കൊടുത്തത് 100% ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് എവിടെയും തുറന്നു പറയാൻ കഴിയും. കാരണം അത്രയ്ക്ക് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു കിട്ടിയത്. അങ്ങനെ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഈ മാസ്റ്റർ ഡിഗ്രിയുടെ, അതായത് ഇസ്ലാമിക് സയൻസിൽ അതിന്റെ ഒരു ഫൈനൽ എക്സാം എടുക്കുന്ന സമയമായപ്പോൾ ആ സമയം കൂടിയിട്ടായിരുന്നു. അപ്പൊ ആകെ ഫുൾ ഒരു ടൈറ്റ് സ്കെഡ്യൂൾ ആയിരുന്നു എൻ്റെത്. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഞാൻ പറ്റുന്ന സമയത്ത് ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കേട്ടു പോകുന്നല്ലാതെ വലുതായിട്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല. കാരണം എക്സാം കൂടെ നടക്കുകയാണല്ലോ. അങ്ങനെ ഒരു ദിവസം ഇതെല്ലാം കഴിഞ്ഞ് CV റിവ്യൂവിന്റെ ടൈമായി. അങ്ങനെ ഞാനും CV ജസ്റ്റ് ഒരെണ്ണം ചെയ്ത് മാം പറഞ്ഞ പോലെ തട്ടിക്കൂട്ട് പറഞ്ഞ് ചെയ്ത് അയച്ചു. ഫസ്റ്റ് CV എന്റെയാണ് മാം റിവ്യൂ ചെയ്യുന്നത്. അപ്പം തന്നെ എനിക്ക് കേട്ട് വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. മാം വഴക്ക് പറഞ്ഞു. പക്ഷെ വഴക്ക് പറഞ്ഞപ്പോ എനിക്ക് കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആയി. കാരണം ഞാനത് കാശ് കൊടുത്ത് കയറിയതാണ്. മാം പറഞ്ഞ ശരിയാണ്, വെറുതെ കിട്ടുന്ന കാശൊന്നും അല്ലല്ലോ. കാശ് കൊടുത്ത് ഇതിലേക്ക് കയറുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടണമെന്ന് എന്നെക്കാൾ കൂടുതൽ മാമാണ് ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ മാമിന്റെ ആ ഒരു ഇത് ഞാൻ പിന്നെ ഒരു വാശിയായിട്ട് എടുത്തു. ഞാൻ ഫുള്ള് ഇരുന്ന് വാച്ച് ചെയ്തു. നല്ലൊരു CV ഉണ്ടാക്കി മാമിന്
പ്രിപ്പയർ ചെയ്ത് മാമിന് അയച്ചു കൊടുത്തു. മാം പെർഫെക്റ്റ് ആണ്, ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള ഓരോ മൊഡ്യൂളുകളും ഞാൻ കൃത്യതയോടെ ഇരുന്ന് വാച്ച് ചെയ്തു. ഈവൻ അതായത് എന്റെ ഒരു ബുക്കിന്റെ ഒരു മുക്കാൽ ഭാഗവും ഞാൻ ഈ ക്ലാസ്സുകളിലെ നോട്ടുകൾ എഴുതി തീർത്തിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന ലെവലിൽ, ചിലപ്പം ഏറെയും ഇത് കൂടുതൽ ഓരോരുത്തർക്ക് കിട്ടിയിട്ടുണ്ടാവും, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ഓരോ മൈന്യൂട്ട് ഈവൻ ഒരു 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 ഇന്റർവ്യൂവിന്റെ കുറെ ട്രെയിനിങ്ങുകൾ നമുക്കുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ഇന്റർവ്യൂവിൽ തന്നെ എനിക്ക് 50 എബോവ് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അതായത് വേറെ സബ്ജക്റ്റിന്റെ ടീച്ചേഴ്സിന് പറയുന്ന പോയിന്റ്സ് ആണെങ്കിൽ പോലും അത് എന്റെ സബ്ജക്റ്റായ ഇംഗ്ലീഷിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്ന ലെവലിലേക്ക് നമുക്കൊരു ഐഡിയ കിട്ടില്ല. നമ്മളൊരു ഇച്ചിരി പക്വതയൊക്കെ എത്തിയ വ്യക്തികളാണല്ലോ. അപ്പോ അങ്ങനെ കണക്ട് ചെയ്ത് ഞാനൊരു 50ൽ പരം ക്വസ്റ്റ്യൻസ് ഒരു ഇന്റർവ്യൂന്ന് മാത്രമായിട്ട് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഇന്റർവ്യൂ എഴുതിയെടുത്തു. ഇതെല്ലാം ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോരുത്തർ അതിന്റെ ആൻസേഴ്സ് ഒക്കെ എങ്ങനെ വേണം, അങ്ങനെ ഇവൻ എല്ലാ കാര്യങ്ങളും മാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം ഏറ്റവും അവസാനത്തെ മൊഡ്യൂൾ, പ്രൊബേഷൻ പീരീഡിന്റെ മൊഡ്യൂൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു അപ്ലിക്കേഷന്റെ ഇത് കണ്ടു. അപ്പം ജസ്റ്റ് സി വെറുതെ ജസ്റ്റ് എന്തായാലും ഇതായാലും ജസ്റ്റ് ഒന്ന് അയച്ചിട്ട് നോക്കാം, ഒരു അവസരമാണല്ലോ, ഇത് നോക്കി നോക്കാം, കിട്ടിയാ കിട്ടി, പോയാ പോയി എന്നുള്ള നിലയിൽ അയച്ചു. അയച്ച് പിറ്റേന്നായപ്പോ അവര് അവിടുത്തെ സിഇഒ ആരോ കോണ്ടാക്ട് ചെയ്യുന്നു. സി വി കണ്ടു, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാന്ന് പറയുന്നു. റിയാദിൽ നിന്നായിരുന്നു. അപ്പൊ ഞാനാകെ പെട്ടെന്ന് സ്റ്റക്കായി. ഇതെന്താ ഇത്? ഞാൻ ഇന്റർവ്യൂ പ്രതീക്ഷിച്ച് അയച്ചൊന്നുമല്ല, വെറുതെ ജസ്റ്റ് അങ്ങ് അയച്ചതാണ്. കാരണം കോഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അവസാന ഒരു ലെവലിൽ നിൽക്കുകയാണ്. അപ്പോ ഞാൻ പെട്ടെന്ന് മാമിനെ വിളിച്ച് മാമിനെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തു. മാം എന്താണെന്നറിയില്ല, പെട്ടെന്ന് എനിക്ക് റിപ്ലൈയും കിട്ടി. മാം വീണ്ടും ഫുള്ള് കോൺഫിഡൻസ് ആണ്, കുറച്ച് ടിപ്പ് കൂടെ പറഞ്ഞു തന്നു. ഓക്കെ, അപ്പൊ അവര് വീണ്ടും കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് ഇപ്പം തന്നെ ഇന്റർവ്യൂ ആണോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ആകെ സ്റ്റക്കായി. ഇപ്പം വീണ്ടും മാമിന് മെസ്സേജ് അയച്ചു. അവൻ പറഞ്ഞു, "ഓ, നല്ല കോൺഫിഡൻസോടെ കയറിക്കോ, ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടില്ലേ, കിട്ടിയാ കിട്ടി, പോയാ പോയി, കോൺഫിഡൻസ് ഒട്ടും കളയണ്ടാന്ന് പറഞ്ഞു." അങ്ങനെ അപ്പൊ അവര് കോണ്ടാക്ട് ചെയ്ത ഒരു 3/4 മണിക്കൂറിനുള്ള ഇന്റർവ്യൂ അവർ നടത്തി. ഇന്റർവ്യൂല് അതായത് ഒരു എക്സാം മാം പറഞ്ഞ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇന്റർവ്യൂവിൽ എനിക്ക് എന്താണ് ഉപകാരപ്പെട്ടു. ഈവൻ മാം പറഞ്ഞു അവരിപ്പോ ഒരു 1:30ക്കാണ് ഇന്റർവ്യൂ അവർക്ക് പറയുന്നതെങ്കിൽ ഒരു 20 മിനിറ്റ് മുമ്പെങ്കിലും ആ മീറ്റിംഗിന്റെ ലിങ്കിൽ നമ്മൾ കയറി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അതേപോലെ ഒരു 20 മിനിറ്റ് മുമ്പ് ഈ മീറ്റിംഗിന്റെ ലിങ്കിൽ കയറി. ഞാൻ കയറി ഒരു 2 മിനിറ്റ് കഴിയുന്നതിന് മുമ്പേ അവര് ജോയിൻ ചെയ്തു. അവര് ജോയിൻ ചെയ്തപ്പോ വെയിറ്റിംഗ് ആണോ, ഓക്കെ നമുക്ക് ഇപ്പം തന്നെ തുടങ്ങാന്ന് പറഞ്ഞിട്ട് അവര് പെട്ടെന്ന് തുടങ്ങി. അതായത് അപ്പൊ അവര് മനസ്സിലായി കാണും എന്റെ ഞാന് ഒരു കൃത്യനിഷ്ഠ അവരിൽ നിന്ന് മനസ്സിലായിക്കണം. പറഞ്ഞു മാം പറഞ്ഞ അതൊരു ടിപ്പ്, അല്ലെങ്കിൽ ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ കറക്റ്റ് 2 മണിക്ക് കയറാനേ നോക്കുള്ളൂ. ചിലപ്പോ ഒരു മിനിറ്റ് 2 മിനിറ്റ് ഡിലേ, പിന്നെ ആ 2 മണിക്ക് കയറാൻ നിന്നാൽ ചിലപ്പോ കണക്ഷന്റെ പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെ അവിടെ ശരിയായി ഇവിടെ ശരിയായി അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ടാവും. അതൊന്നും ഉണ്ടായില്ല. കറക്റ്റ് 20 മിനിറ്റ് മുമ്പ് ഞാൻ കയറി. ഇവരും അപ്പം തന്നെ കയറി. ഇവർക്കും ഓക്കെ ആണ്, ഞാൻ ടൈമൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അവര് അപ്പം തന്നെ ഇന്റർവ്യൂ എടുത്തു. ഏകദേശം അവർ രണ്ടുപേരുണ്ടായിരുന്നു. രണ്ടുപേര് മാം പറഞ്ഞിരുന്നു, ഒരാളല്ല രണ്ടുപേര്, പാനൽ ഇന്റർവ്യൂ ആണെങ്കിൽ എങ്ങനെ ശ്രദ്ധിക്കണം, ഒരാളെ മാത്രം കണക്ട് ചെയ്ത് രണ്ടുപേരെയും കണക്ട് ചെയ്ത് സംസാരിക്കണം. അതൊക്കെ മാക്സിമം ഞാൻ ഫോക്കസ് ചെയ്തു. മാക്സിമം അവരോട് സംസാരിച്ചു. അവർ പറഞ്ഞു നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ മാമിനെ മെസ്സേജ് അയച്ചു. ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ കോൺഫിഡൻസോടാണ് സംസാരിച്ചത്. എന്നാലും കുഴപ്പമൊന്നും എപ്പോഴും വന്നാൽ കുഴപ്പമില്ല ഫാറൂഖ്, ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേ, കിട്ടിയാലും ഓക്കെ ആണ്, നമുക്ക് സന്തോഷമാണ്, നമുക്ക് അടുത്ത് ട്രൈ ചെയ്യാൻ ഞാൻ വേറെ വേക്കൻസീസ് ഒക്കെ ഉണ്ട്, മാം ഇട്ടാൽ മാമിന്റെ വീണ്ടും മോട്ടിവേഷൻ. അപ്പൊ നമ്മളിങ്ങനെ ഒരു തരിച്ചു നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് ഒരു 11:30 ഇവിടുത്തെ ഒരു ഉച്ചയായി. ഉച്ച 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർ വീണ്ടും വിളിക്കാം മെസ്സേജ് വന്നു. നിങ്ങള് ഇന്റർവ്യൂ ഓക്കെ ആണ്, നമുക്ക് ഒരു ഡെമോ ക്ലാസ് വേണം. അപ്പൊ ഞാൻ വീണ്ടും അടിച്ചു. റബ്ബേ, ഞാന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനമാണല്ലോ, എന്ത് വേണ്ടി ഡെമോ ക്ലാസ് എടുക്കണം. ഞാൻ വീണ്ടും ആകെ ചെക്കായി നിൽക്കുക. അപ്പൊ അപ്പം തന്നെ ഇവരെ മെസ്സേജ് കണ്ടോണ്ടേ മാമിന് ഞാൻ ഇത് എടുത്ത് നോക്കിയില്ല. നോക്കുന്നതിന് മുമ്പ് മാമിന് മെസ്സേജ് അയച്ചത്. മാമിന് മെസ്സേജ് മാം പറഞ്ഞു. അപ്പോഴും മാം പെട്ടെന്ന് റിപ്ലൈ തന്നു എനിക്ക്. മാം പറഞ്ഞു ധൈര്യമായിട്ട് അറ്റൻഡ് ഫാറൂഖ്, കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മളെ ക്ലാസ് ഒക്കെ ഇതാക്കിയല്ലോ, കോൺഫിഡൻസ് അറ്റൻഡ് ചെയ്തോ, ഏതെങ്കിലും സിമ്പിൾ ടോപ്പിക് എടുത്താൽ മതി എന്ന് പറഞ്ഞു. മാം നേരത്തെ പറഞ്ഞിരുന്നു ഡെമോ ക്ലാസ് നമ്മൾ അത്രയും കോൺഫിഡൻസ് ഉള്ള ടോപ്പിക്ക് എടുക്കാവുള്ളൂ, ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കല്. ഇവൻ അവരൊരു ടോപ്പിക്ക് തരികയാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ അവരോട് സമയം ചോദിക്കണം. അത് അതിനോട് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ ഞാൻ പിന്നെ ഒരു മെസ്സേജ് കയറി നോക്കിയപ്പോൾ അവര് പറഞ്ഞു ഓക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ ഡെമോ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും 10 മിനിറ്റിനുള്ളിൽ വീണ്ടും ഡെമോ ക്ലാസ്, വീണ്ടും മാമിന് മെസ്സേജ് അയച്ചു. നമ്മൾ ധൈര്യമായിട്ട് എടുത്തു. അവര് ടോപ്പിക്ക് തരാന്ന് വെച്ചാൽ അല്ല, എന്റെ സ്വന്തം ടോപ്പിക്ക് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ എന്റെ ക്ലാസ് എടുക്കുന്ന എന്താണ് ഒരു രീതി അവർക്ക് കാണാനാന്ന് പറഞ്ഞു. അപ്പൊ അവരോട് പറഞ്ഞു എനിക്ക് PPT ഒക്കെ ഒന്ന് സെറ്റ് ആക്കണം. പിന്നെ അതും കുഴപ്പമില്ല, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ റൂട്ട് ഒന്ന് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ള സമയം കൊണ്ട് മാക്സിമം ഒന്ന് പെട്ടെന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്തു.
ഇരുന്നു. ക്ലാസ് മാക്സിമം കോൺഫിഡൻസോട് കൂടിയിട്ട് എടുത്തു. ഒരു ഇതാണ്, കാരണം നമുക്ക് ഡെമോ ക്ലാസ് എങ്ങനെ എടുക്കുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാച്ച് ചെയ്തു, നല്ലോണം എടുത്തു. അവർ പറഞ്ഞു നിങ്ങൾ ഓക്കെ ആണെങ്കിൽ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ഡെമോ ക്ലാസ് എടുത്തിട്ട് മാമിനോട് അത് പറഞ്ഞു, ഓക്കെ ആണ് മാം, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്, എടുത്തിട്ടുണ്ട്, കിട്ടിയാലും ഓക്കെ, അൽഹംദുലില്ലാ, അല്ലെങ്കിൽ നമുക്ക് വേറെ ട്രൈ ചെയ്യാന്നുള്ളത്. അല്ലെങ്കിൽ എനിക്കും വിഷമമൊന്നുമില്ല, ജസ്റ്റ് ഫസ്റ്റ് ഇന്റർവ്യൂ ആണല്ലോ ഇത്, ഇത് തന്നെ കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമൊന്നും ഇല്ലല്ലോ. അങ്ങനെ പിറ്റേന്ന് ആയപ്പോഴത്തേക്ക് വീണ്ടും അവർ വിളിക്കുകയാണ്. അതിൽ ഞാൻ ആകെ വണ്ടർ അടിച്ചു, എന്തോ കിളി പോയി ഇങ്ങനെയൊക്കെയാണ്. ഫസ്റ്റ് ഇന്റർവ്യൂ കൂടെ ആണല്ലോ. അവര് പറഞ്ഞ് ഓക്കെ ആണ്, നിങ്ങളുടെ ക്ലാസ്സും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മുന്നേറ്റേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓഫർ ലെറ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ അയക്കും, അവര് റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവർ എന്നോട് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓഫർ ലെറ്റർ മെയിൽ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ മാമിനെ പിന്നെ വിളിക്കുകയാണ് ചെയ്തത്. പിന്നെ ജസ്റ്റ് മാമിനെ മെസ്സേജ് ഇട്ട് പറഞ്ഞു, മാം എനിക്ക് സംസാരിക്കണം, മെസ്സേജ് അയച്ചാൽ പോരാ. അപ്പൊ പറഞ്ഞു ഇപ്പം തന്നെ വിളിക്കാമല്ലോ ഫാറൂഖ് എന്ന് പറഞ്ഞിട്ട് വോട്ടിമിൽ IMO എന്തോ മാമിനെ വിളിച്ചു. മാമിനെ വിളിച്ചൊരു ഒരു അരമണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. മാമ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവര് പറഞ്ഞ ഓഫറൊക്കെ ജസ്റ്റ് അവർ എന്നോട് ഫോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ഓഫേഴ്സ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ മാമിനോട് ഞാൻ പറഞ്ഞപ്പോൾ മാം പറഞ്ഞു, കാരണം എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല, BEd ഇല്ല, MA കംപ്ലീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ, PG കംപ്ലീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു അതെ. ഒരു ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ഒരു എൻട്രി കിട്ടുകയാണല്ലോ. അപ്പൊ മാം ധൈര്യമായിട്ട് ചെയ്തോ, കാരണം വിസക്ക് ഇപ്പൊ സൗദിയിലേക്ക് ഒരു 2 lakh അബോ ഒക്കെ വിസക്ക് ഞാൻ തിരക്കിയപ്പോ ആവുന്നുണ്ട്. അപ്പോൾ വിസയൊക്കെ അവര് പ്രൊവൈഡ് ചെയ്തോളും ഒക്കെ ഉള്ള ഒരു ഇത് പറഞ്ഞു. നല്ലൊരു കുഴപ്പമില്ലാത്ത ഒരു സെറ്റിൽമെന്റ് ആണ് അവർ പറഞ്ഞത്. അപ്പോ മാം പറഞ്ഞു ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ ഫാറൂഖ്, കാരണം ഇതൊരു എൻട്രി കിട്ടാണല്ലോ. നമുക്ക് സ്വന്തമായിട്ട് ഇനി കുറെ സ്കില്ലുകളൊക്കെ ഇതിന്റെ കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഫാറൂഖിന് കുറെ കൂടി അപ്ഗ്രേഡ് ആകാൻ കിട്ടുന്നത്. ഒരു എൻട്രി കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. ഇത് എനിക്കാണെങ്കിൽ വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഓൺലൈനിലൊക്കെ ടീച്ച് ചെയ്തിട്ടുള്ള ഒരു ഇതൊക്കെ ഉള്ളു, പിന്നെ ജസ്റ്റ് കുട്ടികളൊക്കെ പഠിപ്പിച്ചു, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പോ എന്താണ്, പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലൊക്കെ, ഞാൻ പഠിച്ചിരുന്ന സ്ഥാപനത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തും ജസ്റ്റ് ഒക്കെ ഈ ടീച്ചിങ്ങിനോട് ഒരു പാഷൻ ഉണ്ടായതുകൊണ്ട് മാക്സിമം പഠിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. അങ്ങനെ ഞാൻ ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടു. അവര് ഓഫർ ലെറ്റർ അയച്ചു. മാം ഓക്കെയാണ്, ധൈര്യമായിട്ട് കൈ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കൈ കൊടുത്തു. മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അൽഹംദുലില്ലാ വിസ പ്രോസസ്സിങ്ങിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇൻഷാ അള്ളാ ഉടനെ സൗദിയിലേക്ക് എത്തുക. അതാണ് ലാസ്റ്റ് ഒരു ഇത്. അങ്ങനെ നിൽക്കുകയാണ്. ഇൻഷാ അള്ളാ. വളരെ വെയിറ്റ് വണ്ടർ ചെയ്യാണ്, അടിച്ചിട്ടുള്ള ഒരു വെൽക്കം ഇതാണ്. ചെയ്യാണ് സൗദി അറേബ്യയിലേക്ക്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ? കാരണം ഈ ഓക്കെ മാം. വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ജോബ് കിട്ടാതിരിക്കുന്നവരാണ്, അവരതിലേക്ക് എത്തിപ്പെടാൻ നിൽക്കുന്നവരാണ്. ഇപ്പൊ BEd ഇല്ല, എക്സ്പീരിയൻസ് ഇല്ല, അത് അവർക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും, അവർക്കും കിട്ടും നോക്കിക്കഴിഞ്ഞാല്. അപ്പൊ ഇംഗ്ലീഷ് അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? നമ്മളുടെ സാധാരണ ആക്സന്റ് തന്നെയല്ല സംസാരിക്കേണ്ടി വന്നിട്ടുള്ളൂ? അതെ അതെ, സാധാ അതും ജസ്റ്റ് നമ്മളിപ്പോ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മറ്റൊരാൾക്ക് മനസ്സിലാകുക എന്നുള്ളതാണല്ലോ യെസ്. അവിടുത്തെ ഒരു മീഡിയം. അപ്പൊ അതെ. ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്, അവര് പറഞ്ഞത് എനിക്കും ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് മാത്രമേ ഉള്ളൂ, അതിലൊരു വിഷയം ഉണ്ടായിട്ടില്ല, എന്റെ ഒരു കേസിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ലാംഗ്വേജ് ടീച്ചർ ആകുമ്പോൾ കുറച്ചുകൂടെ നോക്കേണ്ടി വരും. അതിലെ ഇംഗ്ലീഷ് ടീച്ചറാണല്ലോ, ഏത് ക്ലാസ്സിലേക്കാണ് ഇപ്പൊ ഹയർ ആയിട്ടുള്ളത്? മിഡിൽ സ്കൂൾ ആണോ അതോ ഹൈസ്കൂൾ ആണോ? 4 to 8 ആണ്. 4 to 8 മിഡിൽ സ്കൂളിലേക്കാണ്. അപ്പോ CBSE ആണോ ബ്രിട്ടീഷ് ആണോ? CBSE ആണ് മാം. CBSE സ്കൂളാണ്. പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത്, ഈ ഡെമോൺസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് എത്ര മിനിറ്റ് അവർ ഡെമോ ചെയ്യിപ്പിച്ചു? ഒരു 10 minutes. 10 മിനിറ്റ്സ് ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. പിന്നെ സ്ലൈഡ് ക്ലാസ് എടുത്തു. വെച്ചിട്ടാണോ ചെയ്തത്? PPT ഇല്ല വെച്ചിട്ടാണോ? ഇല്ല, PPT, കാരണം അവര് പെട്ടെന്ന് പറഞ്ഞാണല്ലോ, അപ്പൊ അതൊന്നും പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം യെസ്, ഓൺ കിട്ടിയില്ലല്ലോ. ടൈം ഡെമോ ആണ്. ഓൾ ടൈം ഡെമോ ആയിരുന്നു. പിന്നെ അവര് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ആ. അതിനുള്ള റിപ്ലൈസും കൊടുത്തു. കാരണം അപ്പോ നമ്മൾ അവര് പറഞ്ഞ പോലെ സ്റ്റുഡൻസിനെ പോലെ എങ്ങനെ? ഇരുന്നു വന്നു. അവര് Yes. സ്റ്റുഡൻസിനെ പോലെ ഇരുന്നു. ആ. എന്നിട്ട് അവര് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അങ്ങനെയുള്ളൊരു ഡെമോ ആയിരുന്നു. അതെ. ഈ സംഭവം നമ്മള് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മള് ഡെമോ എടുക്കുമ്പോൾ ഇന്ന് നമ്മുടെ മുന്നിൽ സാറന്മാരാണ് ഇരിക്കുന്നതെങ്കിൽ പോലും നമ്മൾ കുട്ടികളോട് ചോദിക്കുന്ന പോലെ അവരോട് ചോദിച്ചു കുഴപ്പമില്ല, നമ്മള് യെസ്, ക്ലാസ് ആണ് എടുത്ത് കാണിക്കുന്നത്. അതൊക്കെ നമ്മള് ഞാൻ അതേപോലെ ടീച്ചറാണ് അവിടെ. അതെ, അതെ. ഇത് അന്ന് എനിക്ക് ക്ലാസ്സിൽ കിട്ടിയ ഒരു അറിവായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇത് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകത്തേ ഉള്ളൂ, ഇവരോട് കുട്ടികളെ പോലെ അവരോട് ചോദിക്കൂല. ഞാൻ അതേപോലെ മാം പറഞ്ഞാൽ അവരോട് ചോദിച്ചു, മനസ്സിലായിട്ടുണ്ടോ, അതങ്ങനെ അല്ലെങ്കിൽ വെരി അവരോട് ഗുഡ്. ചോദിച്ചു. അപ്പൊ അവര് ഓക്കെ മാം പറഞ്ഞു. അങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് ഡെമോ ആയിരുന്നു. ഓക്കെ. പിന്നെ അതില് ഇപ്പൊ ഇംഗ്ലീഷ് പൊതുവെ ഗ്രാമർ കാര്യങ്ങളാണ് അവർ ഡെമോ എടുക്കാൻ ചോദിക്കാറ്. ഏത് ടോപ്പിക് ആയിരുന്നു കിട്ടിയിരുന്നത്? ഞാന് എടുത്ത ടോപ്പിക് ഏതായിരുന്നു ഗ്രാമർ ഓർമ്മയില്ല. ആയിരുന്നോ? ഗ്രാമർ ആ ആയിരുന്നു. ഗ്രാമർ ആയിരുന്നു. ഗ്രാമർ ആയിരുന്നു അവർ അതെ. ചെയ്യിപ്പിച്ചത്.
ഓക്കെ. പിന്നെ ഇതിൽ രണ്ടുപേരല്ലേ ഇരുന്നുണ്ടായിരുന്നത്? അതെ, രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ മുമ്പ് ഇന്റർവ്യൂ ആയിരുന്നു. ഇന്റർവ്യൂവിൽ കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും അല്ലെ? അവർ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അതെ, ഇന്റർവ്യൂ എത്ര മിനിറ്റ് ഉണ്ടായിരുന്നു? ഇന്റർവ്യൂ ഒരു 15 മിനിറ്റ്സോളം ഉണ്ടായിരുന്നു. 15 മിനിറ്റ്സോളം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് അതെ, കഴിഞ്ഞിട്ടാണ് അവർ ഡെമോ പറയുന്നത്. ഡെമോ ഓൺ ടൈം അതെ, ഡെമോ ആണ്. വിളിക്കുന്നു, പെട്ടെന്ന് ഡെമോ ചെയ്യാൻ പറയുന്നു. അതെ, അതുകൊണ്ട് ഉണ്ട് നമ്മൾ ഉണ്ട്. പി പി ടി ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്നാകുമ്പോൾ നമുക്ക് പി പി ടിക്ക് ടൈമില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ഒരു ടീച്ചിങ് നടത്തും എന്നുള്ളതാണ് നമ്മൾ അവരെ കാണിച്ചത്. അതെ, അതല്ലേ നമ്മുടെ അപ്പിയറൻസ് ഒരു ക്ലാസ്സിൽ എങ്ങനെയാണെന്ന് അവർക്ക് വേണം അറിയണം. എങ്ങനെയാന്നുള്ളത്. അപ്പോ ഇതിലെനിക്ക് മനസ്സിലായത് ഫറൂഖ് എന്ന് പറഞ്ഞ ടീച്ചർ ഒരു ഈസി ഗോയിങ് അല്ല. ഫറൂഖ് എന്ന് പറഞ്ഞ ടീച്ചർ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടൊരു ടീച്ചറാണ്. അത് നമുക്ക് ഓരോ വേർഡിലും മനസ്സിലായി. ഒരു ബുക്കിൽ 50 ക്വസ്റ്റ്യനോളൊക്കെ ഒരു ഇന്റർവ്യൂ സെക്ഷൻ തന്നെ, നമുക്ക് എത്രയോ ഇന്റർവ്യൂ അതിൽ കിടക്കുകയാണ്. ഒരു ഇന്റർവ്യൂ തന്നെ 50ഓളം ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി എന്ന് പറയുമ്പോൾ വളരെ ക്ഷമയോടെ അത്രയും ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് നമ്മുടെ കോഴ്സ് എടുത്ത ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത്, സ്കിപ്പ് ചെയ്യാണ്ട് ഓരോ ക്ലാസ്സസും നിങ്ങൾ വാച്ച് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫറൂഖ് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു, ആ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആണിത്. ക്ലാസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതായത് കിട്ടുന്നതല്ല, ഹാർഡ് വർക്ക്. യാ. അതായത് ഇപ്പൊ നമ്മൾ വീഡിയോ കാണുമ്പോ ഇപ്പൊ ഫാസ്റ്റ് കൂട്ടിയിട്ട് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ആദ്യം ഞാൻ ഫാസ്റ്റ് കൂട്ടിയിട്ടാണ് കണ്ടത്. അപ്പൊ അങ്ങനെ കുറച്ച് കേട്ടപ്പോ ഇത് എനിക്ക് ആവശ്യത്തിനാണല്ലോ ഞാൻ ഇത് കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഫാസ്റ്റ് കൂട്ടിയിട്ട് എന്തെങ്കിലും മിസ്സായുള്ള ലെവൽ ആവുന്നുള്ള ചിന്തയിൽ ഞാൻ നോർമൽ ഇട്ടിട്ടാണ് പിന്നെ ഫുള്ള് കണ്ടത്. ഓക്കെ. അതായത് ഒന്നും മിസ്സാവരുത് എന്നുള്ളൊരു വാശി എനിക്ക് ഉണ്ടായിരുന്നു. ആ സി വിയിൽ നമ്മൾ ഓടിച്ചു വിട്ടപ്പോ പിന്നെ ഒരു വാശി എടുത്തു. അതെ, അതാണ് അതാണ് ആ ഒരു വാശി. നമുക്ക് ലൈഫിൽ ഒരു ചെറിയ വാശി വേണം ഫറൂഖ്, എന്ത് കാര്യത്തിലും അതെ. ഓക്കെ. പിന്നെ ഇനി പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ അവർ ഓഫർ ചെയ്തിരിക്കുന്ന ഫ്രീ വിസയാണ് അല്ലെ? അതെ, അതെ. അക്കോമഡേഷൻ ഫ്രീ അല്ലേ? അക്കോമഡേഷൻ ഫ്രീ ആണ്. ഫ്രീ വിസയും അക്കോമഡേഷൻ, സ്കൂളിനടുത്ത് തന്നെ അക്കോമഡേഷനും തരാന്ന് പറഞ്ഞു. അതെ, അതെ. അപ്പൊ അറ്റസ്റ്റേഷൻ ഒക്കെ ചെയ്തു, സർട്ടിഫിക്കറ്റ്? ആ സർട്ടിഫിക്കറ്റ് ഞാൻ അറ്റസ്റ്റ് ചെയ്തു. ഒരു കാര്യം കൂടെ അപ്പോസ്റ്റലായിരുന്നു. ചോദിക്കട്ടെ, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇങ്ങോട്ടേക്ക് ഇപ്പൊ സൗദിയിലേക്കാണ് വരുന്നത്. വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ആ ഒരു പ്രോസസ്സ് ഇപ്പൊ ചെയ്തത്? ഇപ്പൊ അവര് വിസ സെൻഡ് ചെയ്ത് തന്നു, വിസ ഉം. അടിക്കാൻ കൊടുത്തിട്ടുണ്ടാവും അല്ലെ, സ്റ്റാമ്പിങ്ങിന്. അതെ, അതെ, അതെ. പിന്നെ എന്തൊക്കെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുള്ളത്? കാരണം നമ്മുടെ മെയിൽ ടീച്ചേഴ്സിനൊക്കെ അറിയാനാണ്. ഇനി നമുക്ക് ടീച്ചേഴ്സ് ഉണ്ടല്ലോ. മെയിലി നമ്മുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് പ്രോപ്പർ ആക്കി വെക്കുക. ആ, എങ്ങനെയാണ് അതെ. അറ്റസ്റ്റേഷൻ കൊടുത്തത്? ട്രാവൽസിൽ കൊടുത്തോ, ഞാൻ നേരിട്ട് പോയോ? അത് ട്രാവൽസിൽ കൊടുത്തതാണ്. നമ്മൾ പോയി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ആ. 10, 200, 300 ഒക്കെ എക്സ്ട്രാ ചാർജ് കൊടുത്താൽ മതി. നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഏത് അറ്റസ്റ്റേഷനാണ്? അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷനാ? അപ്പോസ്റ്റലാണ് ചെയ്തത്. സൗദിയിലേക്ക് അത് മതി എന്നാണ് അറിഞ്ഞത്. അപ്പോസ്റ്റൽ എത്ര കൊടുത്തു? 1600 രൂപ. 1600 രൂപ. പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതൊന്നും വേണ്ടാന്ന് തോന്നുന്നു. അതൊന്നും എന്നോട് പറഞ്ഞു. സോറി, അത് ഉസ്ബെക്കിസ്ഥാനിലേക്ക് നമ്മുടെ വേറെ ടീച്ചർക്ക് കിട്ടിയിട്ടുണ്ട്. അവരാണ് പോലീസ് ക്ലിയറൻസ് പറഞ്ഞത്. ഓക്കെ, ഞാൻ അതിൽ ചോദിച്ചാൽ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോലീസ് ക്ലിയറൻസ് വേണം, PCC. ഇങ്ങോട്ടേക്ക് അത് വേണ്ട. പിന്നെ ബാക്കി പിന്നെ മെഡിക്കൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വിസയുടെ മെഡിക്കല്, പ്രോസസ്. ബയോമെട്രി, അതൊക്കെ നോർമലി സാധാ എല്ലാരും പോകുന്ന പോലെ തന്നെ. ഓക്കെ. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തോ? എന്നാണ് വരുന്നത് സൗദിക്ക്? അതിപ്പോ വിസ കിട്ടിയിട്ട് എടുക്കാന്ന് വെച്ചോ. ആ വിസ സ്റ്റാമ്പിങ് കഴിഞ്ഞിട്ട് എടുക്കാന്ന് അതെ, വിചാരിച്ചിരിക്കല്ലേ? അതെ, അതെ, അപ്പൊ വൺസ് അതെ. അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. എന്തെങ്കിലും നമ്മുടെ ഇപ്പൊ ട്രെയിനിങ് എടുക്കുന്ന കുറെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ ഗ്രൂപ്പില്, അവരോട് എന്താ ഫറൂഖിന് പറയാനുള്ളത്? ട്രെയിനിങ് എടുക്കാത്തവരോട്, എടുക്കുന്നവരും ഉണ്ടല്ലോ അവിടെ, എടുക്കുന്നവരോടും എന്താ പറയാനുള്ളത്? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നവരോടും. ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് നമുക്ക് A to Z കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടുകയാണ്. ഇവൻ ഒരു പ്രൊബേഷൻ പീരീഡിൽ അത് ഈ ക്ലാസ് എടുക്കുന്നവർക്ക് ഇപ്പം ക്ലാസ് എടുത്ത് വേറെ ഒരാളുടെ എന്തൊക്കെയാ പറയുന്നത് നമുക്കിപ്പോ ലൈവായിട്ട് പറയാൻ പറ്റില്ല. അത് ക്ലാസ് അല്ലെ പിന്നെ അതിന്റെ വാല്യൂ പോയല്ലോ. അതെ. അതിനകത്ത് ഇവൻ വെറും അങ്ങേയറ്റം മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം വരെയും മാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും നമ്മള് ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മുടെ ടീച്ചിങ് കരിയറിൽ ഒരു എന്താണ് ഒരു പ്രോബ്ലം ഉണ്ടാവല്ലോ എന്നുള്ള നിലയിൽ അത്രയധികം മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെയും നമുക്ക് പറഞ്ഞു തന്നിട്ട് പോകുന്ന ഒരു കോഴ്സാണ്. അപ്പോ നമ്മുടെ കാശ് എന്തുകൊണ്ടും ഇതെന്താണ് നഷ്ടമാവില്ല ഈ സാധനം ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ. ഞാൻ ഇനിയിപ്പോ സബ്ജക്റ്റിന്റെ ട്രെയിനിങ്ങും ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ മാം ഇപ്പം ചെയ്യണ്ട, എന്താ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് മാം എന്നോട് പറഞ്ഞു. ഇത് ജസ്റ്റ് കാശ് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം അല്ല, നമുക്ക് ഇതിൽ കയറുമ്പോൾ മനസ്സിലാവും. കാരണം ഒരു മാസം എന്ന് പറയുന്ന ക്ലാസ് നമ്മുടെ ഇപ്പം 2 മാസം കഴിയാനായി. Yes. 2 മാസമല്ലല്ലോ, ജനുവരി ബാച്ചാണ്. ഇതിപ്പോ മാർച്ച് ആയി. ഇതുവരെ Yes. എന്റെ കോഴ്സ് കഴിഞ്ഞിട്ടില്ല. 30 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പോ നമുക്ക്
ജസ്റ്റ് ക്ലാസ് എടുത്ത് പോവാന്നല്ലാതെ നമുക്ക് നമ്മളിത് പ്രോപ്പറായിട്ട് ഇത് ഫോളോ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയിട്ട് തരുന്നുണ്ട്. ഒരു ഗ്യാപ്പ് നമുക്ക് പഠിക്കാനുള്ള ഒരു ഗ്യാപ്പ്, കാരണം പല തിരക്കുകളുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ അവർക്കെല്ലാം കറക്റ്റ് ഒരു ഗ്യാപ്പും പഠിക്കാനുള്ള ഗ്യാപ്പും എല്ലാം തന്ന് അങ്ങേയറ്റം മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെയും ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മുടെ HVIT എന്നുള്ളത്. ഇത് എടുത്തവരോട് അത് മാക്സിമം എന്താണ് സെറ്റായിട്ട്, അതായത് നമ്മളെ കാശ് കൊടുത്ത് എടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി എടുക്കാൻ താല്പര്യമുള്ളവരോട് ധൈര്യമായിട്ട് എടുത്തോ, 100% ഗ്യാരണ്ടി ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫറൂഖ്, താങ്ക് യു സോ മച്ച്. അപ്പൊ ടീച്ചേഴ്സ്, ടീച്ചേഴ്സ് ഫാറൂഖിനെ കണ്ടുപഠിക്കുക. നിങ്ങൾ ഇനി സ്കിപ്പ് ചെയ്യാതെ, അതുപോലെ മടിച്ചിരിക്കാതെ, കയ്യിലുള്ള സംഭവം വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് വാച്ച് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അതുപോലെ ഇനി ടീച്ചേഴ്സിന് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ വൺസ് അഗെയിൻ മെജൂസ് പാർക്കിൽ നിന്ന്, നമ്മൾ മെജൂസ് പാർക്ക് ഫാമിലി, ഫാറൂഖിന് ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, നമ്മൾ വെൽക്കം ചെയ്യാണ് സൗദി അറേബ്യയിലേക്ക്. താങ്ക് യു സോ മച്ച് ഫറൂഖ്. താങ്ക് യു മാം.